ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ ടോക്കെന്ന് പറയുന്നത് ടീനേജറും അതേപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഫേക്ക് ഫ്രണ്ട്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം. ഈ ഫേക്ക് ഫ്രണ്ട്സിനെ നമുക്ക് കണ്ടുപിടിക്കുന്ന കാര്യം ഭയങ്കര പാടുള്ള കാര്യമൊന്നുമല്ല, ഈസിയാണ്. അവരുമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിലൂടെയും അവരുടെ ആക്ഷനിലൂടെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് അവർ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം മെയിനായിട്ട് ഒന്നാമത്തെ ഈ ഫേക്ക് ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ മനസ്സിലാവുന്ന ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് തീരെ റെസ്പെക്റ്റ് കാണത്തില്ല, ഭയങ്കര പുച്ഛമായിരിക്കും. പബ്ലിക്കിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളിലായാലും കോളേജിൽ നിങ്ങളിങ്ങനെ ഒരു പബ്ലിക് ഇമേജിൽ നിൽക്കുമ്പോൾ അവരവിടെ വന്ന് നിങ്ങളെ കളിയാക്കും, പരിഹസിക്കും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും, ഓ ഇവനെന്ത് ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവൻ്റെ ഡ്രസ്സ് നോക്കി കളിയാക്കും, അല്ലെങ്കിൽ അവൻ്റെ വണ്ടി നോക്കി, ചിലപ്പോൾ പഴയ വണ്ടിയും കൊണ്ടായിരിക്കും പാവപ്പെട്ടം വന്നേക്കുന്നത്, ആ വണ്ടി നോക്കി കളിയാക്കും, അല്ലെങ്കിൽ അവൻ്റെ സംസാര ശൈലി, ബോഡി ഷെയ്മിങ് എന്തെങ്കിലും കാണിച്ച് ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പേ നാണം കെടുത്തി കളിയാക്കി, അല്ലെങ്കിൽ തെറി വിളിക്കുക. ഇപ്പം ഇഷ്ടപ്പെടാത്ത വാക്കുകളൊക്കെ വിളിക്കും. അപ്പോൾ അതൊരു ഫേക്ക് ഫ്രണ്ട്സാണ്, ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഓ നമ്മൾ ചങ്കല്ലേ, ചങ്കുകൾ തമ്മിൽ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചൂടെ. ആണെങ്കിലും മറ്റവനത് ഹർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ചങ്കായാലും അതൊരു നല്ല ശീലമല്ല. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് തിരിച്ചുമ്പോൾ നമ്മളങ്ങനെ ചെയ്താൽ അവർ സഹിക്കൂ? തീർച്ചയായിട്ടും സഹിക്കത്തില്ല. അപ്പോൾ അതൊരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഒരു സൈനാണ്. പിന്നെ റെസ്പെക്റ്റ് ചെയ്യത്തില്ല, നമുക്ക് മറ്റുള്ളവരെ ഉപയോഗിച്ച് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അസൂയാണ്, ജലസ്. സഹിക്കാൻ പറ്റത്തില്ല. അവൻ കിടിലം ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ നല്ലൊരു കിടിലം ബൈക്കൊക്കെ മേടിച്ചാൽ ഒന്ന് പറയത്തില്ല, ഒന്ന് വിഷയത്തില്ല, ഡേ കിടിലം വണ്ടിയാണല്ലോ, അല്ലെങ്കിൽ കിടിലം ഷർട്ടാണല്ലോ, കിടിലം ജീൻസാണല്ലോ ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ അടിപൊളി വാച്ചാണല്ലോ എന്നൊന്നും നമുക്ക് കേൾക്കാനൊരു കൊതിയുണ്ടെങ്കിലും അത് പറയത്തില്ല. ഇപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം. ഫേക്ക് ഫ്രണ്ട്സിൻ്റെ ഒരു ഒരു സിഗ്നലാണത്. നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ, ബൈക്ക് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല കാറിൽ പോയാൽ, വാച്ച് ധരിച്ചാൽ അവർ കണ്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. സെൽഫിഷാണ്, വൺ സൈഡ് ആയിരിക്കും എപ്പോഴും. നമ്മൾ ഈ വൺ സൈഡ് ആംപ്ലേറ്റ് അടിക്കുന്നത് പോലെ എപ്പോഴും വൺ സൈഡ് മാത്രമായിരിക്കും. അവൻ്റെ കാര്യം മാത്രം നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം, അറ്റൻഷൻ കൊടുക്കണം. ഇപ്പം മറ്റുള്ളവൻ്റെ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്താൽ അത് വലിയ സംഭവമൊന്നും അല്ല. അവൻ്റെ കാര്യം മാത്രം കേൾക്കുക, അവൻ്റെ ഒപ്പീനിയൻ മാത്രം കേൾക്കുക, അവൻ്റെ സജഷൻ മാത്രം കേൾക്കുക, അവൻ എന്ത് പറയുന്നു, അവൻ്റെ പാഷൻ മനസ്സിലാക്കുക, അവനെ പ്രൊമോട്ട് ചെയ്യുക, അവനെ നമ്മൾ വലുതാക്കി കാണിക്കുക. അപ്പം അങ്ങനെ മാത്രം ഇങ്ങനെ സെൽഫായിട്ട് അവനെ മാത്രം സെൻറ്റർ ചെയ്ത് നമുക്ക് നിൽക്കണം. കണ്ടിട്ടില്ലേ, ഇവനാണ് നമ്മുടെ ഒരു മെയിൻ ആൾ എന്ന രീതിയിൽ പൊക്കി കാണിക്കുക എന്നുള്ളൊരു സംഭവമാണ്, സെൽഫിഷാണ്. അപ്പോൾ അവൻ്റെ കാര്യം മാത്രം ചിന്തിക്കുക എന്നുള്ളത്, അത് ഫ്രണ്ട്ഷിപ്പിലൊരു വാല്യൂ കൊടുക്കത്തില്ല. മറ്റുള്ളവരൊരു കാര്യം പറയുമ്പോൾ അവൻ ശ്രദ്ധിക്കത്തില്ല, അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ളൊരു ധാരണയുള്ള ഫ്രണ്ട്സിനെ വളരെയധികം ശ്രദ്ധിക്കുക. അതൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ മൂന്നാമത്തെ ഒരു സൈനാണ്. എന്ന് പറഞ്ഞ ആൾ ഭയങ്കര ബെസ്റ്റ് ആക്ടറായിരിക്കും, ഭയങ്കര ആക്ടിങ് സ്റ്റൈലൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഭയങ്കര ഇമോഷണലിയൊക്കെ പറഞ്ഞങ്ങ് ബലിപ്പിക്കും. എടാ എൻ്റെ ഇന്ന് പൈസ ഇല്ലടേ, ഒരു 50 രൂപ തരാമോ, അല്ലെങ്കിൽ ഒരു 500 രൂപ തരാമോ, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ഒരു അപ്രോച്ചിലൂടെ മറ്റേ കൂട്ടുകാരനെ പറ്റിക്കുക എന്നൊരു അപ്രോച്ചുള്ള ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് പിന്നീട് നമുക്ക് കാണുമ്പോൾ അറിയാം, ഓൾറെഡി അവൻ ഇന്ന് സിനിമ കാണാനുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വില കൂടിയ സാധനങ്ങളൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചൊക്കെ ആയിരിക്കും. എന്നാലും എൻ്റെ പൈസ ഇല്ല, ഇമോഷണലായിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവരെ ഇങ്ങനെ വട്ടം കറപ്പിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന ഫ്രണ്ട്സുണ്ട്. അവരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ബാക്ക് ബൈറ്റേഴ്സാണ്. പുറകെ നിന്ന് നല്ല 8ൻ്റെ പണി തരും. നമ്മളറിയത്തില്ല പണി ഇടതുവശത്തൂടെയാണോ വലതുവശത്തൂടെയാണോ ഏത് വഴിയാണോ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എങ്ങനെയായാലും നല്ല പണി കിട്ടിയിരിക്കും. നമ്മളടുത്ത് വന്നൊരു കാര്യം പറയും, അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി വേറൊരു കാര്യം പറയും, അങ്ങനെ കൂട്ടിലടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു രീതിയുണ്ട്, അങ്ങനെയുള്ള ബിഹേവിയർ. അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് ഏറ്റവും ഫേക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളെ കൂടെ നടക്കുന്ന ചങ്കുകൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭയങ്കരമായിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പോകുന്ന ഡയറക്ഷൻ ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടരെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ പെട്ടെന്ന് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് അവരെ കൂടുതൽ അവരുമായിട്ട് സഹകരിക്കാതെ ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നമുക്ക് മാറി നടക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ അടുത്താൽ
എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ അടയാളങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലാതെ സേഫായിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും.